അടർത്തി മാറ്റിക്കൊണ്ടല്ല അങ്ങനെ ചോദ്യമായി ഉന്നയിച്ചത്. ഓരോ ഘട്ടത്തിലും പാകിസ്ഥാൻ ചർച്ചയ്ക്ക് ഉള്ള തയ്യാറെടുപ്പ് കാട്ടുന്നുണ്ട്, താല്പര്യം കാട്ടുന്നുണ്ട്. ഇപ്പോൾ വിദേശകാര്യ സെക്രട്ടറി തലത്തിൽ ഇത് ചർച്ച ചെയ്യാൻ കഴിയുന്നതല്ല എന്ന് ഇന്ത്യക്ക് മാത്രം അറിയുന്നതല്ലല്ലോ, പാകിസ്ഥാനും അറിയുന്നതാണ്. പക്ഷേ അപ്പോൾ പോലും ആ രൂപത്തിലുള്ള ചർച്ചയ്ക്ക് തുടക്കമിടാൻ അവർ മുതിരുന്നു. ഏത് ചർച്ചയ്ക്കുള്ള സാധ്യതകൾ വരുമ്പോഴും ഹുറിയത്തുമായുള്ള ചർച്ചയ്ക്കും അവർ മുൻകൈ എടുക്കുന്നു. അവരുടെ താല്പര്യങ്ങൾ എന്തോ ആയിക്കൊള്ളട്ടെ, അവർ ചർച്ചയ്ക്ക് മുൻകൈ എടുക്കുന്നു, അതിൽ ഇന്ത്യക്ക് സ്വീകാര്യമല്ലാത്ത വഴികൾ തേടുന്നു. അതുകൊണ്ട് മാത്രം ചർച്ചയെല്ലാം അടച്ചു വെക്കുക എന്ന നിലപാടാണ് ഇന്ത്യ എടുക്കുന്നത്. അതിലൊരു പുതിയ തുറന്ന സമീപനം ആവശ്യമല്ലേ? അതാണ് ആ ചോദ്യത്തിന്റെ അന്തസാരം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. അത് പ്രകടനപരമായി പാകിസ്ഥാൻ എപ്പോഴും വളരെ മുന്നിലാണ്. കാരണം അവർ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു, ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നു, നല്ല അയൽബന്ധം സ്ഥാപിക്കാനുള്ള സന്നദ്ധത കാണിക്കുന്നു. പക്ഷെ അത് നല്ല ഉദ്ദേശത്തോടെയല്ല, അതിന് ഫലസിദ്ധി ഉണ്ടാവുന്നില്ല എന്ന കാര്യവും വളരെ വ്യക്തമാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇനി ചർച്ച ചെയ്യേണ്ട എന്നല്ല. അതുകൊണ്ട് സംസാരിക്കുന്നതിനുള്ള ഏത് അവസരവും അത് ഫലപ്രദമായി വിനിയോഗിക്കണം എന്നുള്ളതാണ് ശരിയായ രീതി. അക്കാര്യത്തിൽ പല കാരണങ്ങളാൽ ഇന്ത്യയുടെ പ്രതികരണത്തിന് പലപ്പോഴും വൈകാരികമായി പോകുന്നുണ്ട്. പല കാരണങ്ങളാൽ ഇന്ത്യ അതിൽ നിന്ന് പിന്മാറുന്നു. ഇപ്പോൾ തന്നെ സാർക്ക് സമ്മേളനത്തിൽ ഇന്ത്യൻ ധനമന്ത്രി പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്നു. ഏതാനും ദിവസം മുമ്പ് നമ്മുടെ ആഭ്യന്തരമന്ത്രി പാകിസ്ഥാനിൽ പോയി അത്ര നല്ല മനസ്സോടെയല്ല തിരിച്ചു വന്നത്. ആ രീതിയിലുള്ള ഒരു അകൽച്ച പലപ്പോഴും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. തെറ്റുകൾ കൂടുതൽ ചെയ്യുന്നത് പാകിസ്ഥാനാണെങ്കിൽ പോലും പാകിസ്ഥാൻ എപ്പോഴും സൗഹാർദ്ദത്തിൻ്റെയും ചർച്ചയുടെയും അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ടു പോകുന്നതിനുള്ള പ്രകടനപരമായ ഒരു സമീപനം അവർ കാണിക്കുന്നുണ്ട്. ഇനി സ്വന്തം ജനതയെ കൊന്നൊടുക്കുന്നു എന്ന് പറഞ്ഞ കാര്യത്തിൽ ശ്രീ എം ടി രമേശിന്റെ വിമർശനം അങ്ങ് അതേപടി സ്വീകരിക്കുന്നുണ്ടോ? അതായത് നാം ഇപ്പോൾ താഴ്വരയിൽ കാണുന്നത് മുഴുവൻ ഈ അക്രമകാരികൾ സ്പോൺസർ ചെയ്യപ്പെട്ടിരിക്കുന്നവർ മാത്രമാണ്. അതൊരു ജനസമൂഹത്തിന്റെ സ്വാതന്ത്ര്യേച്ഛയുടെ ഒരു സ്പന്ദനവും ഉൾക്കൊള്ളുന്നതല്ല എന്നങ്ങ് കരുതുന്നുണ്ടോ? അങ്ങനെ നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. കാരണം അതിർത്തി കടന്നു വരുത്തുന്ന ഭീകരപ്രവർത്തനം ഉണ്ടാകാം, ഭീകരപ്രവർത്തകരുണ്ടാകാം, തീവ്രവാദികളുണ്ടാകാം. പക്ഷേ കാശ്മീർ ജനതയോട് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന സമീപനം അത് പൂർണ്ണമായി ന്യായീകരിക്കാൻ കഴിയാത്ത ഒന്നാണ്. അവസ്പ എന്ന നിയമം, ആ നിയമത്തിൻ്റെ പ്രയോഗം, ഇപ്പോഴുള്ള പെല്ലറ്റ് വർഷം, കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് പാർലമെൻറ്റ് പ്രമേയം പാസ്സാക്കിയത് കൊണ്ട് മാത്രമായില്ല. അത് നിയമപരമായി ശരിയായിരിക്കാം. പക്ഷേ കാശ്മീരിലെ ജനങ്ങളോട് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പട്ടാളം സ്വീകരിക്കുന്ന നിലപാട്, ആ നിലപാട് അവരെ അത് ബോധ്യപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് കാശ്മീരികളും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്, കാശ്മീരികൾ ഇന്ത്യൻ ജനതയാണ് എന്ന ബോധം അവർക്കുണ്ടാകണമെങ്കിൽ കുറെ കൂടി ജനാധിപത്യപരമായ സമീപനം ഇന്ത്യ പ്രത്യേകിച്ച് സൈനിക നീക്കങ്ങളിൽ കാശ്മീരിൽ കാണിക്കേണ്ടിയിരിക്കുന്നു. ശ്രീ എം കെ ബദരകുമാർ, ഒന്നാമതായി ഈ അതിർത്തി കടന്നുള്ള തീവ്രവാദം ചർച്ച ചെയ്യാമെന്ന് ഇന്ത്യ പറയുന്നുണ്ടല്ലോ. ഈ അതിർത്തി കടന്നുള്ള തീവ്രവാദം ഇന്ത്യ ചർച്ച ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ സാരാംശം എന്നത് കശ്മീർ തന്നെ ചർച്ചയിലേക്ക് വരുന്നു എന്നതല്ലേ? ഈ കാശ്മീർ ചർച്ചയ്ക്ക് വരുമ്പോൾ അതിനെ നമ്മൾ പല തട്ടിൽ കാണണം. അതായത് ഒരു താൽക്കാലികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ഇന്നത്തെ ഒരു പ്രശ്നമുണ്ട്, അത് ക്രോസ് ബോർഡർ ടെററിസം. ഇന്നലത്തെ പ്രശ്നവുമായിരുന്നു, മെനയാന്നത്തെ പ്രശ്നവുമായിരുന്നു, അതുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ശ്രീ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതിനോട് ഞാൻ പല കാര്യങ്ങളും ഞാനത് യോജിക്കുന്നു. അവിടെ ഒരു ഏലിയനേഷൻ ഉണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ ഏലിയനേഷൻ നമ്മൾ ആ ഏലിയനേഷനെ അഡ്രസ്സ് ചെയ്യണമെന്നുള്ളത്, അതിൻ്റെ എർജൻസിയും വളരെ പ്രസക്തിയുള്ള ഒരു ഘടകമാണതിൽ. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യുന്നതിൽ ഒരു തരത്തിൽ പാകിസ്ഥാനുമായിട്ടുള്ള ഒരു എൻഗേജ്മെൻറ്റ് വേണ്ടി വരും. ഒരു സെക്കൻഡ് സാർ, ഇപ്പോൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറയുകയുണ്ടായി പാകിസ്ഥാൻ പലപ്പോഴും ചർച്ചയ്ക്ക് മുൻകൈ എടുക്കുന്നതിൽ ഒരു പ്രകടനപരതയുണ്ടായിരുന്നു. ഇന്ത്യൻ സർക്കാരിൻ്റെ കശ്മീർ വിഷയത്തിൽ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലും ഇതേപോലെ പ്രകടനപരതയാണല്ലോ ഉള്ളത്. എത്ര ദശാബ്ദങ്ങളായി നാം കാണുകയാണ്. ഇനിയിപ്പോൾ അങ്ങ് തന്നെ പറഞ്ഞ പോലെ രാജ്നാഥ് സിംഗ് ഇപ്പോൾ പറയുന്നത് എന്താണ്? താഴ്വരയിൽ ആദ്യം ശാന്തി ഉണ്ടാകട്ടെ, പിന്നെ എല്ലാവരെയും വിശ്വാസത്തിലെടുക്കണം, എല്ലാവരും സമാധാനത്തിൻ്റെ വഴിയിലേക്ക് വരണം, യുവാക്കൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കും, വികസനമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. രാഷ്ട്രീയമായ ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് ഒരിക്കലും മുതിരാതിരിക്കുമ്പോൾ കശ്മീരിൻ്റെ കാര്യം നാം കൈകാര്യം ചെയ്യുന്നതും അങ്ങേറ്റം പ്രകടനപരതയോടെയല്ലേ? തീർച്ചയായിട്ടും വേണു പറയുന്നതിനോട് വിയോജിക്കാൻ എനിക്ക് കഴിയില്ല. പൂർണ്ണമായ എൻ്റെ വിശ്വാസവും അത് തന്നെ. ഇത് കഴിഞ്ഞ 60 വർഷത്തെ ചില്ലുവാനുമായിട്ട് നമ്മൾ വളരെ മിസ്ഹാൻഡിൽ ചെയ്തു.
നല്ല സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഏറ്റവും അവസാനത്തത് വാജ്പേയിയുടെ വലിയ ഇനിഷ്യേറ്റീവായിരുന്നു 2010 ഹിസ്ബുൾ മുജാഹിദീനെ കൊണ്ടുവരാനായിട്ട്, എൻഗേജ് ചെയ്യാനായിട്ട്, ഇൻ്റർലൊക്യൂട്ടറായിട്ട്. ഇന്ത്യൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് തന്നെ അത് സാബോട്ടാഷ് ചെയ്തു. അദ്ദേഹത്തിന് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. ഇങ്ങനെ പല ഘട്ടങ്ങളുണ്ടായിരുന്നു. ഷെയ്ഖ് അബ്ദുള്ളയുടെ എഗ്രിമെൻറ്റ് ഇന്ദിരാഗാന്ധിയുടെ സമയത്ത്. അങ്ങനെ ഈ ഘട്ടങ്ങളിലെല്ലാം എൻ്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞ വർഷം മെയ്യിൽ ഉരുത്തിരിഞ്ഞ് അവിടെ വന്ന സർക്കാർ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു ഈ PDP BJP സർക്കാർ. എന്ന് വെച്ചിരുന്നാൽ അത് ആ റിപ്രസെൻറ്റേറ്റീവ് ക്യാരക്ടറിന് ഒരു പുതിയ ഫ്ലേവർ കൊടുത്തു, ഒരു പുതിയ ഓഥൻറ്റിസിറ്റി കൊടുത്തു. അത് പക്ഷേ അപ്പോഴും ആ സമയത്തും അന്ന് ഭേദപ്പെട്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നിട്ടും നമ്മൾ ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല. അത് രാഷ്ട്രീയ കക്ഷികൾക്കെല്ലാമുള്ള ഒരു പരാജയമായിട്ടാണ് ഞാനിത് കാണുന്നത്. ആരെയും ഒരു കക്ഷിയെ ഞാൻ കുറ്റം പറയുന്നില്ല. ഇടതു പാർട്ടികളും വലതു പാർട്ടികളും എല്ലാം പറയുന്ന ദീർഘകാലമായി ഉള്ള ഈ സാവകാശമെടുക്കലുണ്ടല്ലോ, കേന്ദ്ര സർക്കാരായാലും രാഷ്ട്രീയ പാർട്ടികളായാലും, അതിന് ഒരു ജനത സ്വയം സഹിച്ചുകൊണ്ട് വീർപ്പുമുട്ടി അസഹിഷ്ണുതയിലേക്ക് അവർ സ്വയം എത്തിപ്പെടുന്ന ഒരു നിർബന്ധിത സാഹചര്യത്തിലേക്കാണ് അവരെ കൊണ്ടുപോയി എത്തിച്ചിട്ടുള്ളത്. ഇതിലെ അതിപ്പോൾ ശ്രീ MT രമേശ് പറയുന്നത് പോലെ കുറേ ആളുകൾ അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു. ഈ കല്ലെറിയുന്ന ആളുകൾ മുഴുവൻ വേഷം മാറിയ സ്പോൺസർ ചെയ്യപ്പെട്ട ഭീകരവാദികളാണ്. അങ്ങനെയാണോ അതിനെ കാണേണ്ടത്? ഇവിടെ ഇന്ത്യയിൽ 2 എക്സ്ട്രീം വ്യൂസ് ഉണ്ട്. ഒന്ന്, ഇത് മുഴുവനും പാകിസ്ഥാൻ്റെ പ്രവൃത്തി കാരണമാണ് ഇതുണ്ടായിട്ടുള്ളത്. മറ്റൊരു വശത്ത് പറയുന്നത് ഇത് മുഴുവനും നമ്മളുടെ കൊള്ളരുതായ്മകളുണ്ടായതാണ്. പക്ഷേ ഈ യാഥാർത്ഥ്യം ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ മധ്യത്തെ എവിടെയോ ആണ്. അത് നമ്മൾ തപ്പിപ്പിടിക്കണം. സാർ, ഈ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ പുതിയ സാഹചര്യത്തിൽ കണക്കുകളുടെ ഈ റേഷ്യോ പറയുന്നത് ആക്റ്റീവായിരിക്കുന്ന ഭീകരവാദികൾ താഴ്വരയിൽ അവരുടെ റേഷ്യോയിൽ മുമ്പ് ഈ പറയുന്ന പാകിസ്ഥാനിൽ നിന്ന് കടന്നു വരുന്നവരുടെ എണ്ണമാണ് കൂടുതൽ തദ്ദേശീയരേക്കാൾ. ഇപ്പോൾ നേരെ തിരിച്ചാണ്. അതെ, അത് ഒന്നും വേണ്ട. ഈ യാഥാർത്ഥ്യം ഒന്നും ഉൾക്കൊള്ളാതെയാണ് ഞാനിത് കുറച്ച് ദിവസം മുമ്പ് ഞാനിത് സംസാരിച്ചപ്പോൾ ഞാനിത് പറഞ്ഞു. ആദ്യമായിട്ട് ഫോറിൻ സർവീസ് ഒരു ഓഫീസർ ഇൻ്റലിജൻസിലോട്ട് ഡെപ്യൂട്ടേഷനിൽ പോയത് ഞാനായിരുന്നു. കാശ്മീരിൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രം അയച്ചതാണ്. അത് ശ്രീ MK നാരായണൻ ആവശ്യപ്പെട്ട അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ജോയിൻറ്റ് ഇൻ്റലിജൻസ് കമ്മിറ്റിയിൽ ഞാൻ പ്രവർത്തിച്ചതാണ്. അദ്ദേഹം ഇത് വളരെ വളരെ ഗ്രാഹ്യമുള്ള ഒരു മനുഷ്യനായിരുന്നു. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ വെസ്റ്റ് ബംഗാൾ ഗവർണറായിരുന്നു അദ്ദേഹം. ഈ കഴിഞ്ഞ നവംബർ മാസത്തിൽ, പിന്നെ രണ്ടാമത് ഈ വർഷം മെയ് മാസത്തിൽ ഹിന്ദുവിൽ 2 ലേഖനങ്ങൾ എഴുതിയിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ഒരു 100% കറക്റ്റായിട്ടുള്ള ഒരു പ്രൊഗ്നോസിസാണ് അദ്ദേഹം ചെയ്തത്. ഇത് ഈ സ്ഥിതിയിലോട്ട് വരികയാണ്. ക്വാളിറ്റേറ്റീവായിട്ട് അവിടെ വാലിയിൽ ഉള്ള സ്ഥിതിവിശേഷം മാറുകയാണ്. എന്താ ഈ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ആൽക്കമി ചേഞ്ച് ചെയ്യുകയാണ്. ഒരു പുതിയ കാൽക്കുലസ് രൂപപ്പെടുകയാണ്. അതായത് വെളിയിൽ നിന്ന് കൊണ്ടുവന്ന ആളുകളെ നുഴഞ്ഞു കയറ്റി കൊണ്ടുവന്ന് ഇൻസർജൻസി നടത്തേണ്ട ആവശ്യം പാകിസ്ഥാൻ ഇനി വരില്ല. അവിടെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും ആളുകളെ. അത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ടാകുകയാണ്. സർ, പാകിസ്ഥാൻ കണ്ടുപിടിക്കുകയാണോ അതോ ഈ ബുർഹാൻ വാനി എന്നൊക്കെ പറഞ്ഞ അവിടുത്തെ പുതിയ സ്വാതന്ത്ര്യച്ചയുടെ പ്രതീകമായ യുവാക്കളാണ്, പുതിയ തലമുറ, 22-കാരനാണ്. ഞാനത് പൂർത്തീകരിക്കട്ടെ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിലെ 2 എക്സ്ട്രീമായിട്ടുള്ള ഒരു പോളറൈസേഷൻ ഇന്ത്യയിലുണ്ട് ഇക്കാര്യത്തിൽ. മാധ്യമങ്ങളിൽ നമ്മൾ നോക്കിയാൽ തന്നെ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ അത് കാണാവുന്നതാണ്. ഇന്നലെ ബാംഗ്ലൂരിൽ ആംനസ്റ്റി ഇൻ്റർനാഷണൽ സീമ മുസ്തഫയുടെ ഒക്കെ ഉണ്ടായിരുന്നു. അതേസമയം മറ്റേത് ഇപ്പം ഒന്നും വേണ്ട, ഇന്നിപ്പോൾ ടൈംസ് നൗ കണ്ടാൽ മതി അർണാബ് ഗോസ്വാമി ചർച്ച ചെയ്യുന്ന ഏത് രീതിയിലാണെന്ന്. അങ്ങനെയുള്ള ഒരു വലിയ പോളറൈസേഷൻ ഉണ്ട്. ഇതൊരു വലിയൊരു നമ്മളൊരു ധർമ്മസങ്കടത്തിൽ കൊണ്ട് കിടത്തിയിരിക്കുകയാണ്. പക്ഷേ ഇതിലെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ചില ഡെഫിഷ്യൻസീസ് ഉണ്ടായിരുന്നു. അതായത് നമ്മളുടെ സമീപനം ഒന്നാമത് അവിടെ ജനാധിപത്യ വ്യവസ്ഥയൊക്കെ ഉണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് നടത്തുകയാണെങ്കിലും നമ്മൾക്ക് സ്വീകാര്യമായിട്ടുള്ള ഒരു സംവിധാനം മാത്രമേ അധികാരത്തിൽ വരാവൂ. അത് നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ സമയത്തും നരസിംഹറാവുവിൻ്റെ സമയത്തും എല്ലാ സമയത്തും നമ്മൾ അത് മാനേജ് ചെയ്തിരുന്നു, മൈക്രോ മാനേജ് ചെയ്തിരുന്നു. അപ്പോൾ അത് ഈ റിപ്രസെൻറ്റേറ്റീവ് റൂളിൻ്റെ മേലിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എല്ലാ കാലവും ഉണ്ടായിരുന്നു. അവിടെ ഈ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് എന്ന് പറയുന്നത് ഒരു ഇൻവേർട്ടഡ് കോമാസിൽ ഇടേണ്ടി വന്നു. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, വളരെ വലിയ തോതിലുള്ള കറപ്ഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. RAWയുടെ ചീഫ് ദുലത്തിൻ്റെ പുസ്തകത്തിൽ ദുലത്ത് ഇത് വളരെ നല്ലവണ്ണം പറഞ്ഞിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതായത് അവിടെയുള്ള രാഷ്ട്രീയ നേതാക്കളെ വിലയ്ക്ക് വാങ്ങുക, എന്നിട്ട് അവരെ അധികാരത്തിലിരുത്തുക, ഡൽഹിയിൽ നിന്ന് ഭരണം നടത്തുക. ഇത്തരത്തിലുള്ള ഒരു 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 അറേഞ്ച്മെൻ്റാണ് അവിടെ നടന്നിരുന്നത്.
പിന്നെ മൂന്നാമതുള്ളത് ഈ സെക്യൂരിറ്റി ഫോഴ്സസിൻ്റെ എക്സസസ്. അത് ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല. അവിടെ അൺമാർക്ഡ് ഗ്രേവ്സ് ഉണ്ട്, ആയിരക്കണക്കിന് ആളുകളെ. അത് ഇടയ്ക്കെല്ലാം സർഫസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ഒന്ന് പൊറുതി വരുത്തണം. അപ്പോൾ ഈ 2-3 തട്ടിൽ നമ്മളിത് കാണണം. സത്യം പറയുകയാണെങ്കിൽ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിനോടുള്ള സമീപനവും നമ്മൾക്ക് ജമ്മു കാശ്മീരിനോടുള്ള സമീപനവും ഒന്നാണ്. വളരെ പ്രധാനമാണത്. ഞാൻ തിരികെ എത്താം. ഡോക്ടർ പി ജെ വിൻസെൻ്റ്, ഇവിടെ എം ടി രമേശ് പറയുകയായിരുന്നു ഇത് പാകിസ്ഥാനിൽ നിന്ന് വരുന്നവരാണ് എന്ന്. ഇപ്പോൾ 80കളുടെ അവസാനം JKLF ഒക്കെ സജീവമായിരിക്കുന്ന ഘട്ടത്തിൽ ശരിയാണ് ഈ വാദം, പാകിസ്ഥാൻ തന്നെയാണ് ഇത് സ്പോൺസർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് 90കളുടെ അവസാനം ഈ പറയുന്ന LET ബന്ധവുമൊക്കെ വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ നാം താഴ്വരയിൽ കാണുന്ന പുതിയ പ്രക്ഷോഭ